ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഒരു സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. പിന്നെ അവർ വിവിപാരസ് ആണ്. വിവിപാരസ് എന്ന് വെച്ചാൽ എന്താണ്? വിവിപാരസ് എന്ന് വെച്ചാൽ ബർത്ത് ചെയ്യുന്ന, അതായത് പ്രസവിക്കാൻ കഴിവുള്ള അനിമൽസിനെയാണ് നമ്മൾ വിവിപാരസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ പ്രോസസ്സിനെ പറ്റി ഇൻട്രൊഡക്ഷൻ ടോപ്പിക്ക് കൊടുത്തിരിക്കുന്ന ചില പ്രോസസ്സുകളെ പറ്റി പറയാം. ഫസ്റ്റ്, എന്താണ് ഗ്യാമറ്റോജനസിസ്? നമുക്കറിയാം, മെയിലിൻ്റെ ഗ്യാമേറ്റ് സ്പേമും ഫീമെയിലിൻ്റെ ഗ്യാമേറ്റ് ഓവവുമാണ് നമുക്കറിയാം. ഈ ഗ്യാമേറ്റിൻ്റെ ഫോർമേഷനെയാണ് നമ്മൾ ഗ്യാമറ്റോജനസിസ് എന്ന് പറയുന്നത്. ഗ്യാമറ്റോജനസിസ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്പേമാറ്റോജനസിസ്, അതായത് സ്പേമിൻ്റെ ഫോർമേഷൻ. പിന്നെ ഊജനസിസ്. ഊജനസിസ് എന്ന് പറയുന്നത് ഓവത്തിൻ്റെ ഫോർമേഷൻ. ഊജനസിസ് ഫീമെയിലും സ്പേമാറ്റോജനസിസ് മെയിലുമാണ് നടക്കുന്നത്. ഇങ്ങനെയാണ് ഗ്യാമറ്റോജനസിൻ്റെ ക്ലാസിഫിക്കേഷൻ. അടുത്തൊരു പ്രോസസ്സാണ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്തെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻറ്റു ഫീമെയിൽ ജെനറ്റൽ ട്രാക്ട്. അതായത് മെയിലിൻ്റെ സ്പേം മെയിൽ ജെനറ്റൽ ട്രാക്റ്റിൽ നിന്ന് ഫീമെയിൽ ജെനറ്റൽ ട്രാക്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ്. ഫീമെയിൽ ജെനറ്റൽ ട്രാക്ട് എന്ന് വെച്ചാൽ ഫീമെയിലിൻ്റെ എന്താ പറയുക, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് എന്ന് ആലോചിച്ച് വെച്ചാൽ ഓക്കെ. പിന്നെ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ഈ സ്പേമും ഓവും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഉണ്ടാവും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ സിംഗമി എന്നും അറിയപ്പെടുന്നു. ഇനി ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഫീറ്റസ് ആകുന്നത്. അപ്പോൾ ഈ സൈഗോട്ട് ഒരുപാട് ഡിവിഷൻ, മൈറ്റോസ് പോലുള്ള ഡിവിഷൻസിന് വിധേയമായിട്ടാണ് അത് ഫീറ്റസായി മാറുന്നത്. ഒരുപാട് ഡിവിഷൻസ് കാണും. അതിലിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നതിനിടയിലുള്ള സ്റ്റേജാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ യൂട്രസിൻ്റെ ഇന്നർ ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയൽ അറ്റാച്ച് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. യൂട്രസ് ഒരു ട്രൈ ലെയർഡ് ആണ്. അതിലെ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ലെയറാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗസ്റ്റേഷൻ? ഗസ്റ്റേഷൻ എന്ന് പറയുന്നത് പീരീഡ് ഓഫ് പ്രഗ്നൻസി ഓർ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. അതായത് കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ആ ഒരു പീരീഡ്, ആ കുട്ടി എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പീരീഡ്, അതിനാണ് ഗസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് പാച്യൂറിഷൻ? പാച്യൂറിഷൻ്റെ വേറൊരു പേരാണ് ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നത്, അതായത് ഡെലിവറി ഓഫ് ബേബി. ഇനി നമുക്ക് സ്പെർമാറ്റോജനസിനെയും ഊജനസിസിനെയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്നത് മെയിലിൽ ഓൾഡ് ഏജിലും കാണും. ബട്ട് ഫീമെയിലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ മെൻസ്ട്രൽ സൈക്കിളും അതുപോലെ തന്നെ ഊജനസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു 50 വയസ്സാകുമ്പം അത് നിൽക്കും. ഇതിനെന്ന് പറയുന്ന പേരാണ് മെനപ്പോസ് എന്നാണ് ഈ ഒരു കാര്യത്തിന് പറയുന്നത്. അപ്പം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റീപ്രൊഡക്റ്റീവ് ഈവൻ ഇൻ മെയിൽ ആൻഡ് ഇൻ ഫീമെയിൽ, അതാണ് പറഞ്ഞത്. സ്പേം ഫോർമേഷൻ കണ്ടിന്യൂ ഈവൻ ഇൻ ഓൾഡ് ഏജ് ബട്ട് ദ ഫോർമേഷൻ ഓഫ് ഓവം സീസസ് ഇൻ വുമൺ അറൗണ്ട് an age of 15 years. ഇനി നമുക്ക് ഓരോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പറ്റി പറയാം. ഫസ്റ്റ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ലൊക്കേറ്റ് ചെയ്യുന്നത് പെൽവിക് റീജിയൻ, അതായത് നമ്മുടെ പെൽവിക് ബോൺ ആ ഒരു റീജിയനിലായിട്ടാണ് കാണപ്പെടുന്നത്. അതും ലോവർ അബ്ഡോമനിലാണ്. ലോവർ അബ്ഡോമൻ ഔട്ട്സൈഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി അടുത്തൊരു കാര്യം നോക്കുമ്പോൾ ഇതിൽ വരുന്നത് ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്. അതുപോലെ തന്നെ അസസറി സെക്സ് ഡക്റ്റ് ഉണ്ട്. അത് നമ്മൾ അസസറി ഡക്റ്റ് എന്ന് പറയപ്പെടുന്നു. പിന്നെ അസസറി സെക്സ് ഗ്ലാൻസ് ഉണ്ട്. അതിന് നമുക്ക് അസസറി ഗ്ലാൻസ് എന്നും പറയും. പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റേലിയ പെനിസാണ് അതിന് എക്സാമ്പിൾ. ഇനി നമ്മൾ ടെസ്റ്റിസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്യുന്നത് അബ്ഡോമൽ ക്യാവിറ്റിയുടെ ഔട്ട്സൈഡ് ആയിട്ടാണ്. ഒരു പൗച്ച് അല്ലെങ്കിൽ ഒരു സാക്കിലാണ് കാണപ്പെടുന്നത്. ആ ഒരു പൗച്ച് അല്ലെങ്കിൽ ആ ഒരു സാക്കിനെ പറയുന്ന പേരാണ് സ്കോട്ടം എന്ന് പറയുന്നത്. സ്കോട്ടത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചറിനെ കാട്ടിയും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ കാട്ടിയും കുറവാക്കി വയ്ക്കുക, അതാണ് അതിൻ്റെ ഫങ്ഷൻ. സ്കോട്ടം ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ലോവർ ടെമ്പറേച്ചർ ഇൻ ടെസ്റ്റിസ് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലെസ് ദാൻ ദ നോർമൽ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ. അതെന്താണെന്ന് വെച്ചാൽ സ്പേം ഫോർമേഷൻ നടക്കണമെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ കാട്ടിയും കുറച്ചും കൂടെ ലോവർ ആയിട്ടുള്ള ടെമ്പറേച്ചർ വേണം. അതായത് ഒരു 2 to 2.5 ലെസ് ദാൻ വേണം. അതുകൊണ്ടാണ് സ്കോട്ടസ് സാക്സ് പുറത്താവാനും ടെസ്റ്റിസ് പുറത്താവാനുള്ള റീസൺ എന്ന് പറയുന്നത്.
ഇനി ഇൻ അഡൽട്ട് ടെസ്റ്റിസിൻ്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ ഓവൽ ഷേപ്പാണ്. അതിൻ്റെ ലെങ്ത് 4 to 5 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 2 to 3 സെൻറ്റിമീറ്ററും ആണ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അഡൽട്ടിൽ 12 ഗ്രാം ഒക്കെ വരും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റിസിനെ കവർ ചെയ്തൊരു ഡെൻസ് കവറിങ് ഉണ്ട്. ആ ഡെൻസ് കവറിങ്ങിനെ നമ്മൾ ട്യൂണിക്ക എന്നാണ് ആ ഒരു ഡെൻസ് കവറിങ്ങിനെ പറയുന്നത്. ട്യൂണിക്ക എന്നാണ് ആ ഡെൻസ് കവറിങ്ങിനെ പറയുന്നത്. ഇതൊരു ട്രൈ ലെയറാണ്, അതായത് 3 ലെയർ ഉണ്ട് ഈ ടെസ്റ്റിസിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഡെൻസ് കവറിങ് അല്ല ട്യൂണിക്കയ്ക്ക്. അതിൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ ട്യൂണിക്ക വജൈനാലിസ് എന്നാണ് ആ ഒരു ലെയറിനെ പറയുന്നത്. പിന്നെ ഇന്നർ ലെയറിനെ പറയുന്ന പേരാണ് ട്യൂണിക്ക വാസ്കുലാസ എന്ന് പറയുന്നത്. ഈ ഔട്ടർ ലെയറിനും ഇന്നർ ലെയറിനും ഇൻ ബിറ്റ്വീനായിട്ട് ഒരു ലെയർ ഉണ്ട്, അതിനെയാണ് നമ്മൾ മിഡിൽ ലെയർ എന്ന് പറയുന്നത്. അതിനെയാണ് ട്യൂണിക്ക അൽബൂജീനിയ എന്ന് പറയുന്നത്. ട്യൂണിക്ക അൽബൂജീനിയ ഇതാണ് ആക്ച്വൽ ലെയർ. അപ്പം ടെസ്റ്റിസിൻ്റെ ആക്ച്വൽ ലെയർ ഏതെന്ന് ചോദിച്ചാൽ ട്യൂണിക്ക അൽബൂജീനിയാണ്. ഡെൻസ് കവറിങ് ഓഫ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് ട്യൂണിക്കയാണ്. ഇനി നമ്മളൊരു ടെസ്റ്റിസ് പരിശോധിക്കുകയാണ്. ഒരു ടെസ്റ്റിസിൻ്റെ അകത്ത് തന്നെ ഏകദേശം 250 കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. അതായത് 250 സെക്ഷൻസ് കാണാൻ വേണ്ടി നിങ്ങൾക്ക്. ആ ഓരോ കമ്പാർട്ട്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്ന് പറയുന്നത്. ഓരോ ലോബ്യൂളിൻ്റെ അകത്ത് പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ലോബിൻ്റെ അകത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 1 മുതൽ 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ കാണാൻ കഴിയും. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്താണ് സ്പേം ഫോർമേഷൻ നടക്കുന്നത്. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളിനെ നമ്മൾ പറഞ്ഞല്ലോ, ടെസ്റ്റിക്കുലർ ലോബിൻ്റെ അകത്ത് 1 മുതൽ 3 വരെ സെമിനിഫറസ്, അതായത് അതിൻ്റെ നമ്പർ 1 ആവാം, 2 ആവാം, 3 ആവാം. മാക്സിമം ഈ 1നും 3ക്കും ഇടയിലാണ് വരുന്നത്. അപ്പം ഓരോ സെമിനിഫറസ് ട്യൂബിളിനെ നോക്കുകയാണെങ്കിൽ അതിനെ ഇൻറ്റേർണലായി ലൈൻ ചെയ്ത്, അതിലൊരു ഫിഗർ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്ന പോർഷനാണ് എന്താണ് സെമിനിഫറസ് ട്യൂബിൾ എന്ന് പറയുന്നത്. അതിനെ ഇൻറ്റേർണലായിട്ട് ലൈൻ ചെയ്ത് 2 ടൈപ്പ് സെൽസാണ് കാണപ്പെടുന്നത്. 2 ടൈപ്പ് സെൽസ്. ഒന്ന് മെയിൽ ജേം സെൽസിനെ നമ്മൾ സ്പെർമാറ്റോഗോണിയ എന്ന് അറിയപ്പെടും. പിന്നെ ഉള്ളത് സെർട്ടോളി സെല്ലിൻ്റെ വേറെ പേരെന്ന് വെച്ചാൽ നെർവ് സെൽ എന്നും അതിനറിയപ്പെടും. ഈ മെയിൽ ജേം സെൽസിന് മിയോസിസ് നടന്നിട്ടാണ്, അതായത് ഈ മെയിൽ ജേം സെൽസ് 2N ആണ്, അതായത് ഡിപ്ലോയിഡ് ആണ്. ഇതിന് മിയോസിസ് നടന്നിട്ടാണ് അത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേം ആവുന്നത്. ഇനി സെർട്ടോളി സെൽ എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷൻ പറയുകയാണെങ്കിൽ പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ജേം സെൽസ് അല്ലെങ്കിൽ സ്പേംസിന് അല്ലെങ്കിൽ ജേം സെൽസിന് ന്യൂട്രീഷൻ അല്ലെങ്കിൽ നറിഷ്മെൻറ്റ് കൊടുക്കുക, അതാണ് സെർട്ടോളി സെല്ലിൻ്റെ ഫങ്ഷൻ. റീജിയൻ ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബിൾ, അതായത് ഈ ഒരു പോർഷൻ ഇൻഡസ്ട്രീഷ്യൽ സെൽ, ഇത് റീജിയൻ ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബിൾ. ഈ ഒരു സ്പേസിനെ പറയുന്ന പേരാണ് റീജിയൻ ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബിൾ ഈസ് കാൾഡ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസ്. ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ അതിൽ സ്മാൾ ബ്ലഡ് വെസൽസ് കാണാം, അതുപോലെ തന്നെ ഇൻഡസ്ട്രീഷ്യൽ സെൽ, അതായത് ഈ കൊടുത്തിരിക്കുന്ന ഫിഗർ ഇൻഡസ്ട്രീഷ്യൽ സെല്ല് കാണാം. അതുപോലെ തന്നെ ഇൻഡസ്ട്രീഷ്യൽ സെൽസിൻ്റെ മറ്റൊരു പേരാണ് ലീഡിക് സെൽ എന്ന് പറയുന്നത്. ലീഡിക് സെല്ലിന് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ടെസ്റ്റിക്കുലർ ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻസിനെ സിന്തസൈസ് ചെയ്യുകയും ചെയ്യും, സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഫങ്ഷൻ. പിന്നെ ഈ ഇൻഡസ്ട്രിയൽ സ്പേസിൽ ഒരു ഇമ്മ്യൂണോളജിക്കൽ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. ആ സെൽസിനെ നമ്മൾ ഇമ്മ്യൂൺ സെൽസ് എന്നാണ് പറയുന്നത്. ഇതാണ് ടെസ്റ്റിസിൻ്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഐഡിയാസ്. ഇനി നമ്മൾ അക്സസറി സെക്സ് ഡക്റ്റിനെ പറ്റി പറയാം. അപ്പോൾ അക്സസറി സെക്സ് ഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ സെമിനിഫറസ് ട്യൂബിളിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ഡക്റ്റുകൾ തുടങ്ങും. ഈ ഡക്റ്റ് കണ്ടിന്യൂ ചെയ്താണ് സ്പേം പെനിസ് വഴി പുറത്തു വരുന്നത്. അപ്പോൾ ആ ഡക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറയുന്നത് ഇൻറ്റേർണലിൽ നിന്ന് അകത്തുനിന്ന് പുറത്തോട്ടുള്ള ഡക്റ്റിൻ്റെ ഓർഡറാണ് പറയുന്നത്. ടെസ്റ്റിൽ 4 പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഓപ്ഷൻസ് തരുമ്പോൾ, എക്സാമിന് ഓപ്ഷൻസ് തരുമ്പോൾ ഈ 4 കാണുള്ളൂ. അഡീഷണലായിട്ട് ഞാൻ കുറച്ചും കൂടെ 2 പോയിന്റ് പറയാം, നിങ്ങൾ അത് എഴുതിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സെമിനിഫറസ് ട്യൂബിളിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ട്യൂബുലി റെക്ടി എന്ന് പറയുന്ന ഒരു ഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ റെക്ടി ടെസ്റ്റിസ്, അത് NCERT-യിലുണ്ട്. പിന്നെ വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമിസ്, വാസ് ഡിഫറൻഷ്യ, ഇജാക്കുലേറ്ററി ഡക്റ്റ്, യുറീത്ര, ഈ ഒരു പാത്തിലാണ് പോകുന്നത്.
അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യം സെമിനിഫറസ് ട്യൂബുകളിൽ നിന്ന് തുടങ്ങും, പിന്നെ ട്യൂബുലി റെക്കിലോട്ട് പോകും, പിന്നെ റെക്കി ടെസ്റ്റിസിലോട്ട് പോകും, പിന്നെ വാസ എഫറൻഷ്യയിലോട്ട് പോകും, എപ്പിഡൈഡിമിസിലോട്ട് പോകും, വാസ് ഡിഫറൻഷ്യയിലോട്ട് പോകും, പിന്നെ ഇജാക്കുലറി ഡക്റ്റിലോട്ട് പോകും, പിന്നെ യുറീത്ര വഴി പുറത്ത് വരും. ഇതാണ് അതിൻ്റെ ഒരു പാത്ത് വേ എന്ന് പറയുന്നത്. ഇനി വാസ എഫറൻഷ്യ ലീവ്സ് ദ ടെസ്റ്റിസ് ആൻഡ് ഓപ്പൺ ഇൻ ടു എപ്പിഡൈഡിമിസ് ലൊക്കേറ്റഡ് അറ്റ് ദ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ഈച്ച് ടെസ്റ്റിസ്. അപ്പോൾ ഈ വാസ ഡിഫറൻഷ്യ എന്ന് പറയുന്നതാണ് ടെസ്റ്റിസിനെ ലീവ് ചെയ്ത് പോകുന്നത്. അതിനൊരു ഫിഗർ ഇവിടെ ഉണ്ട്. ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ വാസ എഫറൻഷ്യ എന്ന് പറയുന്നത് ടെസ്റ്റിസിനെ ലീവ് ചെയ്ത് പോകുന്ന പോർഷനാണ് വാസ എഫറൻഷ്യ എന്ന് പറയുന്നത്. ഇതിൽ ടെസ്റ്റിസിൻ്റെ പോസ്റ്റീരിയർ, അതായത് ബാക്ക് സൈഡിലായിട്ട് ഒരു ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്, ഒരു ഡക്റ്റ് കാണപ്പെടുന്നുണ്ട്. ആ ഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? എപ്പിഡൈഡിമിസ് എന്ന് പറയുന്നത്. ഇനി വാസ് ഡിഫറൻഷ്യ, അത് എപ്പിഡൈഡിമിസ് കഴിഞ്ഞ അടുത്ത ഒരു ഇതാണ് വാസ് ഡിഫറൻഷ്യ എന്ന് പറയുന്നത്. അത് ദാറ്റ് അസെൻഡ് ടു ദ അബ്ഡോമൻ ആൻഡ് ലൂപ്പ് ഓവർ ദ യൂറിനറി ബ്ലാഡർ. അത് ഈ ഒരു ഡക്റ്റ് വാസ ഡിഫറൻഷ്യ എന്ന് പറയുന്ന ഡക്റ്റ് അബ്ഡോമനിൽ എത്തിയിട്ട് യൂറിനറി ബ്ലാഡറുമായിട്ട് അത് ഇങ്ങനെ ലൂപ്പ് ഓവർ ചെയ്യും, അതിന് ചുറ്റിക്കറങ്ങും. എന്നിട്ട് ലൂപ്പ് ഓവർ ദ യൂറിനറി ബ്ലാഡർ ആൻഡ് ഇറ്റ് റിസീവ്സ് എ ഡക്ട് ഫ്രം സെമിനൽ വെസിക്കിൾസ്. എന്നിട്ട് സെമിനൽ വെസിക്കിൾസിൽ നിന്നുള്ള ഒരു ഡക്റ്റുമായിട്ട് റിസീവ് ചെയ്യും. എന്നിട്ട് യുറീത്രയിൽ ഇജാക്കുലറി ഡക്റ്റായിട്ട് ഓപ്പൺ ചെയ്യും. ഇതാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ദീസ് ഡക്റ്റ് സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് സ്പേം ഫ്രം ടെസ്റ്റിസ് ടു ഔട്ട്സൈഡ് ത്രൂ യുറീത്ര. അപ്പോൾ ഇജാക്കുലറി ഡക്റ്റിൻ്റെ ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ അത് സ്പേമിനെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും, സ്പേമിനെ ടെസ്റ്റിസിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് യുറീത്ര വഴി ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യും. യുറീത്ര ഒറിജിനേറ്റ് ചെയ്യുന്ന യൂറിനറി ബ്ലാഡറിൽ നിന്നാണ്. യുറീത്ര ഒറിജിനേറ്റ് ചെയ്യുന്ന യൂറിനറി ബ്ലാഡറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അത് പെനിസ് വഴി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതൊരു എക്സ്റ്റേണൽ ഓപ്പണിംഗ് ആയിട്ടുള്ള യുറീത്രൽ മിയാറ്റസ് വഴി അത് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു അസറി സെക്സ് ഡക്റ്റിൻ്റെ ഒരു പാത്ത് വേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനറ്റേലിയ ആയിട്ടുള്ള പെനിസിനെ പറ്റി പറയാം. അതുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടിഷ്യൂ കൊണ്ടാണ്. ഈ സ്പെഷ്യൽ ടിഷ്യൂ പെനിസിൻ്റെ ഇറക്ഷനെ സഹായിക്കുന്നു. ഇറക്റ്റ് ആയിട്ടുള്ള ഒരു പെനിസിന് മാത്രമേ ഇൻസെമിനേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ പെനിസിൻ്റെ എല്ലാ സ്റ്റിപ്പ്, ആ ഒരു എല്ലാ സ്റ്റിപ്പ് ഫിഗർ നോക്കാം. ആ ഒരു എല്ലാ സ്റ്റിപ്പ്, ഈ ഒരു എല്ലാ സ്റ്റിപ്പിനെ പറയുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത്. ഈ ഗ്ലാൻസ് പെനിസിനെ ഒരു കവർ ചെയ്തൊരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നുണ്ട്. അതിനെ നമ്മൾ ഫോർ സ്കിൻ എന്നറിയപ്പെടുന്നത്. അതിനെ നമ്മൾ പ്രഫ്യൂസ് എന്നും അതിൻ്റെ അനദർ നെയിമാണ് പ്രഫ്യൂസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ മെയിലിൻ്റെ അക്സസറി സെക്സ് ഗ്ലാൻസിനെ പറ്റി പറയാം. ഫസ്റ്റ്, ഇതിൽ സെമിനൽ വെസിക്കിൾസ് ഉണ്ട്, പോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ഉണ്ട്. ഫസ്റ്റ്, ഇതിൽ പേർഡ് ആയിട്ടുള്ളത് സെമിനൽ വെസിക്കിൾസും അതുപോലെ തന്നെ ബൾബോ യൂറിത്രൽ ഗ്ലാൻസ്. ബൾബോ യൂറിത്രൽ ഗ്ലാൻസിനെ നമ്മൾ കൗപ്പിയസ് ഗ്ലാൻഡ് എന്നും അറിയപ്പെടുന്നു. കൗപ്പിയസ് ഗ്ലാൻഡ്. അപ്പം സെമിനൽ വെസിക്കിൾസും ബൾബോ യൂറിത്രൽ ഗ്ലാൻഡുമാണ് പേർഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. പോസ്ട്രേറ്റ് അൺപെയർഡ് ആണ്. സെക്രീഷൻസ് ഓഫ് ദീസ് ഗ്ലാൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി സെമിനൽ പ്ലാസ്മ വിച്ച് ഈസ് റിച്ച് ഇൻ ഫ്രക്ടോസ്. അപ്പം ഇവരുണ്ടാക്കുന്ന എല്ലാ സെക്രീഷനും ചേർത്തിട്ടാണ് നമ്മൾ സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. അതിൽ ഫ്രക്ടോസ് ഉണ്ട്. ഈ ഫ്രക്ടോസ് എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, ഫ്രക്ടോസ് സ്പേമിന് എനർജി പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഫ്രക്ടോസിൻ്റെ ഫംഗ്ഷൻ. ഈ ഫ്രക്ടോസ് സെക്രീറ്റ് ചെയ്യുന്നത് സെമിനൽ വെസിക്കിൾസ് ആണ്. പിന്നെ കാൽഷ്യത്തിനെ സെക്രീറ്റ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡാണ് അതിനെ സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ചില എൻസൈംസ് ഉണ്ടാക്കുന്നതും പോസ്റ്റേറ്റ് ഗ്ലാൻഡാണ്. എൻസൈംസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അമൈലേസ്, പെപ്സിനോജൻ, കൊയാഗുലേറ്റിംഗ് എൻസൈംസ്, ഇതുപോലുള്ള എൻസൈംസാണ് ഉണ്ടാക്കുന്നത്. ഇനി ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷൻ എന്തിനു സഹായിക്കുന്നു വെച്ചാൽ പെനിസിൻ്റെ ലൂബ്രിക്കേഷന് സഹായിക്കുന്നു. അതായത് ഈസി മേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ആ ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് മ്യൂക്കസ് ആണ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ലൊക്കേഷൻസ് പറയാം. ഇതിൽ ഫസ്റ്റ് നമുക്ക് ആ ഒരു ഫിഗർ നോക്കിയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ മതി. ഓരോ ഗ്ലാൻഡിൻ്റെ ഈ ഒരു ഫിഗറും തൊട്ട് മുകളിൽ കാണിച്ച ഫിഗറും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഫസ്റ്റ് ലൊക്കേഷൻ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ സെമിനൽ വെസിക്കിൾസിൻ്റെ ലൊക്കേഷനാണ് ആദ്യം പറയുന്നത്. ബിറ്റ്വീൻ യൂറിനറി
ബ്ലാഡർ ആൻഡ് റെക്ടം ബിഹൈൻഡ് ദ യൂറിനറി ബ്ലാഡർ. പിന്നെ പോസ്ട്രേറ്റിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ബിലോ ദ യൂറിനറി ബ്ലാഡർ സറൗണ്ട് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് യുറീത്ര. പിന്നെ ബൾബോ യൂറിത്രൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ബിലോ ദ പോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഓൺ എയ്തർ സൈഡ് ഓഫ് യുറീത്ര, അല്ലെങ്കിൽ നമുക്ക് അഡ്ജസൻറ്റ് ടു യുറീത്ര അറ്റ് ദ ബേസ് ഓഫ് പെനിസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് ഇത്രയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് കിടക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം നമ്മുടെ ഇതിൽ ഈ പഠിച്ച മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പറയാം. എന്നിട്ട് നമുക്ക് അടുത്ത ഫീമെയിലിലോട്ട് പോകാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ അക്സറി സെക്സ് ഡക്റ്റിൻ്റെ കാര്യം നോക്കണം. അത് ഒരുപാട് ടൈം ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്പെർമാറ്റോകോണിയുടെയും ലീഡിക്സലിൻ്റെയും ഫംഗ്ഷൻ എന്ന് നോക്കിക്കോണം. വേറെ ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഗ്ലാൻഡുകളെ പറ്റി ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത് ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ആ ഫിഗർ നോക്കിക്കോണം. ഓക്കെ, ഇനി നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് പോകാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് വരുന്നതെങ്കിൽ ഒരു പെയർ ഓഫ് ഓവറി ഉണ്ട്, പെയർ ഓഫ് ഓവിഡക്റ്റ് ഉണ്ട്, യൂട്രസ് ഉണ്ട്, സെർവിക്സ് ഉണ്ട്, വജൈന ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഉണ്ട്. ഇവരും ലൊക്കേറ്റ് ചെയ്യുന്ന പെൽവിക് റീജിയനിലാണ്. പിന്നെ ഓവറി എന്ന് പറയുന്നത് പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗനാണ്. ഇപ്പം പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ഗൊണാഡ്സിനെയാണ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. മെയിലിൻ്റെ കേസിൽ അതിനെ നമ്മൾ ടെസ്റ്റിസ് എന്നും ഫീമെയിലിൻ്റെ കേസിൽ അതിനെ ഓവറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഓവറിയാണ് ഫീമെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ഓവത്തിനെയും പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റീറോയിഡ് ഹോർമോൺ, ചില സ്റ്റീറോയിഡ് ഹോർമോൺ, എക്സാമ്പിൾ ഒവേറിയൻ ഹോർമോണിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യും. ഓവറി ലൊക്കേറ്റ് ചെയ്യുന്നത് യൂട്രസിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ്. ലൊക്കേറ്റഡ് വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് ലോവർ അബ്ഡോമൻ. അപ്പോൾ യൂട്രസിൻ്റെ രണ്ട് സൈഡിലായിട്ട് ലോവർ അബ്ഡോമനിൽ യൂട്രസിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ സൈഡിലും ഓരോന്ന് വീതം അങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓവറി ഈസ് ലൊക്കേറ്റഡ് വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് ലോവർ അബ്ഡോമൻ. ഈച്ച് ഓവറി ഒരു 2 to 4 cm ആണ് അതിൻ്റെ ലെങ്ത്. ഇത് യൂട്രസിലോട്ടും അതുപോലെ തന്നെ പെൽവിക് വാളിലോട്ടും, അതായത് നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള വാളിലോട്ടും ഇവർ ലിഗമെൻസിൻ്റെ സഹായത്തോടെ കണക്ട് ചെയ്യുന്നുണ്ട്. പെൽവിക് വാളിലോട്ട് കണക്ട് ചെയ്യുന്നത്, ഓവറിനെ പെൽവിക് വാളിലോട്ട് കണക്ട് ചെയ്യുന്നത് മീസോ ഒവേറിയൻ ലിഗമെൻ്റ് എന്ന് പറയുന്ന ഒരു ലിഗമെൻറ്റിൻ്റെ സഹായത്തോടെയാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂട്രസിലോട്ട് കണക്ട് ചെയ്യുന്നത് ഒവേറിയൻ ലിഗമെൻസിൻ്റെ സഹായത്തോടെയാണ് കണക്ട് ചെയ്യുന്നത്. ഈച്ച് ഓവറി ഈസ് കവേർഡ് ബൈ എ തിൻ എപ്പിത്തീലിയം. അപ്പോൾ ഓരോ ഓവറിനെയും കവർ ചെയ്തൊരു തിൻ എപ്പിത്തീലിയം ഉണ്ട്. ആ ഒരു എപ്പിത്തീലിയം നമ്മൾ ജെർമിനൽ എപ്പിത്തീലിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ എൻക്ലോസ് ചെയ്തിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒവേറിയൻ സ്ട്രോമ എന്നാണ് ആ ഒരു ഫ്ലൂയിഡിനെ പറയുന്ന പേര്. ഇനി നമ്മൾ ഈ ഒരു സ്ട്രോമേനെ നമ്മൾ രണ്ട് റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഔട്ട്സൈഡ് ആയിട്ടുള്ള റീജിയൻ, പെരിഫറൽ ആയിട്ടുള്ള റീജിയൻ, അതിനെ നമ്മൾ കോർട്ടെക്സ് എന്നും ഇന്നർ റീജിയൻ ആയിട്ടുള്ള മെഡുല എന്നും തിരിക്കാം. ഇതാണ് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഇനി നമുക്ക് ഒരു ഫിഗർ ഒന്ന് എക്സാമിൻ ചെയ്യാം. ഇതിൽ വജൈനൽ ഓറിഫൈസ് എന്ന് വെച്ചാൽ വജൈനൽ ഓപ്പണിംഗ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫിഗറിലോട്ട് പോകാം. ഓവിഡക്റ്റ് എന്ന് പറയുന്നത് ഫെളോപ്പിയൻ ട്യൂബിളിനെ നമ്മൾ ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ ലൈൻ ചെയ്ത് കാണപ്പെടുന്നത് സിമ്പിൾ കൊളുമിനാർ എപ്പിത്തീലിയമാണ്. അതിൽ കൈനോസീലിയം ഉണ്ട്. പിന്നെ യൂട്രസ്, ഫെളോപ്പിയൻ ട്യൂബിൾസ്, യൂട്രസ്, വജൈന, ഇവർ മൂന്ന് വരെയാണ് നമ്മുടെ ഫീമെയിലിൻ്റെ അക്സസറി ഡക്റ്റ് എന്ന് പറയുന്നത്. ഓരോ ഫെളോപ്പിയൻ ട്യൂബിനും ഏകദേശം 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ വരും. ഇവർ ഓരോ ഓവറുടെയും പെരിഫറിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യും, അതായത് ഔട്ട്സൈഡിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റെൻഡ് ഫ്രം പെരിഫറി ഓഫ് ഈച്ച് ഓവറി ടു യൂട്രസ്, എന്നിട്ട് അത് യൂട്രസിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ദ പാർട്ട് ക്ലോസർ ടു ഓവറി ഈസ് ഫണൽ ഷേപ്പ്, അതായത് ഓവറിയുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള പാർട്ട് അതൊരു ഫണൽ ഷേപ്ഡ് ആണ്. അതിനെയാണ് നമ്മൾ ഇൻഫൻറ്റിബുലം എന്ന് പറയുന്നത്. ഈ ഇൻഫൻറ്റിബുലത്തിൻ്റെ എഡ്ജസ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫിംബ്രി എന്ന് പറയുന്നത്. ഈ ഫിംബ്രി എന്തിനു സഹായിക്കുമെന്ന് വെച്ചാൽ ഓവുലേഷന് ശേഷം റിലീസ് ചെയ്യുന്ന ഓവത്തിനെ കളക്ട് ചെയ്യാനാണ് ഫിംബ്രിയെ സഹായിക്കുന്നത്. ഫിംബ്രിയ എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ്. ഇൻഫൻറ്റിബുലം ഈ ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള പോർഷനാണ് ഇൻഫൻറ്റിബുലം എന്ന് പറയുന്നത്. ഇൻഫൻറ്റിബുലം ലീഡ്സ് ടു വൈഡർ ആയിട്ടുള്ള റീജിയനിലോട്ടാണ് പോകുന്നത്. വൈഡർ ആയിട്ടുള്ള ഒരു റീജിയൻ, വൈഡർ പാർട്ട് ഓവിഡക്റ്റ്, അതായത് ആംബുള്ള. അപ്പം ആംബുളയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഫൻറ്റിബുലം ആംബുലയിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ആംബുല കുറച്ച് വൈഡർ ആയിട്ടുള്ള പാർട്ടാണ്, അതായത് കുറച്ച് തിക്നെസ് കൂടിയ ഒരു പാർട്ടാണ്. പാർട്ട് ക്ലോസർ ടു ഓവിഡക്റ്റ്, അതായത് ഓവിഡക്റ്റ് ലാസ്റ്റ് പാർട്ട് ഓഫ് ഓവിഡക്റ്റ്, അതായത് ഓവിഡക്റ്റിൻ്റെ ലാസ്റ്റ് പാർട്ട്
യൂട്രസിലോട്ട് ചേരുന്ന പാർട്ട്, ഇതിനാണ് നമ്മൾ ഇസ്തുമസ് എന്ന് പറയുന്നത്. ഇതൊരു നാരോ പോർഷനാണ്. പിന്നെ ഈ ആംബുലയ്ക്കും ഇസ്തുമസിനും ഇടയിലുള്ള ജംഗ്ഷനുണ്ട്, അതിനാണ് ആംബുലറി ഇസ്തുമസ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇനി യൂട്രസിൻ്റെ ക്യാവിറ്റീനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ OS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂട്രൈൻ ഫുണ്ടസ് എന്ന് വെച്ചാൽ റീജിയൻ ഓഫ് യൂട്രസ് ടു വിച്ച് ഫെളോപ്പിയൻ ട്യൂബിൾ ഓപ്പൺ, അതായത് ഫെളോപ്പിയൻ ട്യൂബിൾ ഓപ്പൺ ചെയ്യുന്ന യൂട്രസിൻ്റെ പോർഷനെ പറയുന്ന പേരാണ് യൂട്രൈൻ ഫുണ്ടസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് യൂട്രസിനെ പറ്റി പറയാം. യൂട്രസിനെ പറ്റി പറയുമ്പോൾ ഒരു യൂട്രസ് മാത്രമാണ് ഫീമെയിലിനുള്ളത്. യൂട്രസിനെ നമ്മൾ വോംബ് എന്ന് അറിയപ്പെടുന്നു. പിന്നെ ഇതിൻ്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ ഒരു ഇൻവേർട്ടഡ് പിയർ ഷേപ്പാണ്. യൂട്രസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ലിഗമെൻറ്റ്സ് ഉണ്ട്. പെൽവിക് വാളിലോട്ടാണ് ലിഗമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. യൂട്രസ് വജൈനയിലോട്ട് ഓപ്പൺ ചെയ്യുന്നത് ഒരു നാരോ ആയിട്ടുള്ള ഒരു റീജിയൻ വഴിയാണ്. ആ ഒരു നാരോ ആയിട്ടുള്ള റീജിയനെ പറയുന്ന പേരാണ് സെർവിക്സ് എന്ന് പറയുന്നത്. ഈ സെർവിക്സിൻ്റെ ക്യാവിറ്റീനെ നമ്മൾ സെർവിക്കൽ കനാൽ എന്ന് പറയുന്നത്. സെർവിക്കൽ കനാലും വജൈനയും കൂടി ചേർന്നിട്ടാണ് ബെർത്ത് കനാൽ ഫോം ചെയ്യുന്നത്. സെർവിക്കൽ കനാലും വജൈനയും കൂടി ചേർന്നാണ് ബെർത്ത് കനാൽ ഫോം ചെയ്യുന്നത്. വാൾ ഓഫ് യൂട്രസ് എന്ന് പറയുന്നത് 3 ലെയറാണ് ടിഷ്യൂ കാണപ്പെടാം. ഏറ്റവും എക്സ്റ്റേണൽ ആയിട്ടുള്ളത് തിന്നായിട്ടുള്ള മെമ്പറൈനസ് ആയിട്ടുള്ള പെരിമെട്രിയമാണ്. മിഡിലുള്ളത് തിക്ക് ലെയർ ആയിട്ടുള്ള ഒരു മയോമെട്രിയമാണ്. മയോമെട്രിയം സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ലെയറാണ് ഡെലിവറി ടൈമിൽ വിഗറസ് കോൺട്രാക്ഷന് വിധേയമാകുന്നത്. അത് ചോദിച്ചിട്ടുണ്ട്. അപ്പം മയോമെട്രിയമാണ് ഡെലിവറി ടൈമിൽ വിഗറസ് കോൺട്രാക്ഷന് വിധേയമാകുന്നത്. ഇന്നർ ലെയർ എന്ന് പറയുന്നത് ഗ്ലാൻഡുലാർ ആയിട്ടുള്ള എൻഡോമെട്രിയമാണ്. എൻഡോമെട്രിയത്തിനെ പറ്റി പറയുമ്പം ഈ ഒരു ലെയർ മെൻസ്ട്രൽ പീരീഡിൽ, അതായത് ഈ നമ്മുടെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടല്ലോ, അതിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ലെയറിലാണ് ഉണ്ടാകുന്നത്. പിന്നെ ഗ്ലാൻഡുലാർ ലെയർക്കാണ് എൻഡോമെട്രിയം. പിന്നെ ഈ ഒരു ലെയർ യൂട്രസിൻ്റെ ഇൻറ്റേർണൽ ക്യാവിറ്റീനെ ലൈൻ ചെയ്താണ് കാണപ്പെടുന്നത്. ഇവിടെയാണ് ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. എൻഡോമെട്രിയം അണ്ടർഗോ സൈക്ലിക്കൽ ചേഞ്ച് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ മയോമെട്രിയം എക്സിബിറ്റ് സ്ട്രോങ് കോൺട്രാക്ഷൻ ഡ്യൂറിങ് ഡെലിവറി ഓഫ് ബേബി. ഇനി ഫീമെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റേലിയ. ഫീമെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റേലിയെ പറ്റി പറയുമ്പോൾ അതിൽ മോൺസ് പീബിസ് ഉണ്ട്, ലേബിയ മേജോറ ഉണ്ട്, ലേബിയ മൈനോറ ഉണ്ട്, ഹൈമൻ ഉണ്ട്, ക്ലിറ്റോറിസ് ഉണ്ട്. ഫസ്റ്റ് മോൺസ് പീബിസ് എന്ന് പറയുന്നത് ഫാറ്റി ടിഷ്യൂ കൊണ്ടുണ്ടാക്കിയ ഒരു കുഷൻ പോലെയാണ്. അതിനെ കവർ ചെയ്ത് സ്കിന്നും ഉണ്ട്, പ്യൂബിക് ഹെയർസും ഉണ്ട്. ലേബിയ മേജോറ എന്ന് പറയുന്നത് ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂ ആണത്. അത് എക്സ്റ്റെൻഡ് ഡൗൺ ഫ്രം മോൺസ് പീബിസ്, അതായത് മോൺസ് പീബിസിൽ നിന്ന് തുടങ്ങിയിട്ട് വജൈനൽ ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്തിട്ടാണ് അവർ കാണപ്പെടുന്നത്. ലേബിയ മൈനോറ എന്ന് പറയുന്നത് പെയർഡ് ഫോൾഡ്സ് ഓഫ് ടിഷ്യൂ ആണ്. ലേബിയ മേജോറയ്ക്ക് അടിയിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇനി ഓപ്പണിംഗ് ഓഫ് വജൈന, ഈ വജൈനയുടെ ഓപ്പണിങ്ങിനെ പാർഷ്യലായിട്ട് കവർ ചെയ്ത് ഒരു മെമ്മറൈൻ ഉണ്ട്. ഇതിനെയാണ് ഹൈമൻ എന്ന് പറയുന്നത്. ക്ലിറ്റോറിസ് എന്ന് പറയുന്നത് ഒരു ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ്. അത് എവിടെയാണ് കാണപ്പെടുന്നത് വെച്ചാൽ ലേബിയ മൈനോറ ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനിലായിട്ടാണ് കാണപ്പെടുന്നത്. അത് യുറീത്രൽ ഓപ്പണിങ്ങിൽ മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ലൈസ് അറ്റ് ദ അപ്പർ ജംഗ്ഷൻ ഓഫ് ദ 2 ലേബിയ മൈനോറ എബോവ് ദ യുറീത്രൽ ഓപ്പണിംഗ്. ഹൈമൻ ഓഫൺ ത്രോൺ ഡ്യൂറിങ് ദ ഫസ്റ്റ് കൊയിറ്റസ് ഓർ ഇന്റർകോഴ്സ്, അതായത് ആദ്യമായി കൊയിറ്റസിൽ ഏർപ്പെടുമ്പോൾ ഹൈമൻ ബ്രേക്ക് ആവാം. ഇറ്റ് ക്യാൻ ആൾസോ ബി ബ്രോക്കൺ ബൈ സഡൻ ജോൾട്ട് അല്ലെങ്കിൽ ഫാൾ. അപ്പം സഡനായിട്ട് ഫാൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജോൾട്ടൊക്കെ വരുമ്പോഴോ ഇത് ബ്രേക്ക് ആവാം. പിന്നെ വജൈനൽ ടാമ്പിൾ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ പെനിസിനെയാണ് വജൈനൽ ടാമ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻസേർഷൻ വഴി ഇത് ബ്രേക്ക് ചെയ്യാം. പിന്നെ ആർട്ടിഫിഷ്യൽ പാർട്ടിസിപ്പേഷൻ ഓഫ് സം സ്പോർട്സ് ലൈക്ക് ഹോഴ്സ് റൈഡിങ്, അതുപോലെ തന്നെ സൈക്ലിംഗ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ് ഒക്കെ ചെയ്യുമ്പോഴും ഇത് ബ്രേക്ക് ചെയ്യാം. സം വുമൺ ഹൈമൻ പെർസിസ്റ്റ് ഈവൻ ആഫ്റ്റർ കൊയിറ്റസ്, ചില ആൾക്കാരിൽ കൊയിറ്റസിന് ശേഷവും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഹൈമനെ നമുക്ക് വെർജിനിറ്റിയുടെ അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പീരിയൻസിൻ്റെ പ്രൂഫായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പണ്ടുള്ള കാലത്ത് ഇതിനെ വെച്ചിട്ടായിരുന്നു ഒരാൾ വെർജിനാണോ അല്ലെങ്കിൽ നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയ്ഡൻ ഹെഡ് എന്നും ഇതിനെ അറിയപ്പെട്ടിരുന്നു. അടുത്തത് നമുക്ക് മാമറി ഗ്ലാൻഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനുള്ള. മാമറി ഗ്ലാൻഡ് ഒരു ഫങ്ഷണൽ മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഫീമെയിൽ മാമൽസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് അതെന്ന് പറയുന്നത്. മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് സെറ്റ് ഗ്ലാൻഡ് ആണ്. അതൊരു അപ്പോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. പിന്നെ അതിനകത്ത് ഒരുപാട് ഗ്ലാൻഡുലാർ ടിഷ്യൂ ഉണ്ട്. പിന്നെ ഫാറ്റും ഉണ്ട്. ഫാറ്റ് ഒരു വേരിയബിൾ ആണ്.
പിന്നെ ഗ്ലാൻഡുലാർ ടിഷ്യൂ എന്ന് അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഒരു 15 മുതൽ 20 മാമറി ലോബ്സുകളുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് സെൽസുകൾ കാണപ്പെടുന്നുണ്ട്. ഈ സെൽസുകൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ 2 തരം സെൽസാണ് കാണപ്പെടുന്നത്. ഒന്ന് ക്യൂബോയിഡൽ സെൽസും ഒന്ന് മയോ എപ്പിത്തീലിയൽ സെൽസ്. ക്യൂബോയിഡൽ സെൽസാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മയോ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത് മിൽക്കിനെ ഇജക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന, കോൺട്രാക്ട് ചെയ്ത് ഇജക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെല്ലാണ് മയോ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഡക്റ്റിൻ്റെ ഓർഡർ നോക്കണം. ഈ മിൽക്ക് ഫ്ലോ ചെയ്ത് വരുന്ന ഓർഡർ നോക്കണം. അതിൽ മാമറി ട്യൂബ്യൂൾസ് ആൽവിയോളിൽ നിന്ന് മാമറി ട്യൂബ്യൂൾസിലോട്ടും പിന്നെ മാമറി ഡക്റ്റിലോട്ടും പിന്നെ മാമറി ആംബ്യുള്ള പിന്നെ ലാക്ടിപീറസ് ഡക്റ്റ് ഇതുവഴിയാണ് മിൽക്ക് പുറത്തോട്ട് വരുന്നത്. മിൽക്ക് ഈസ് സക്ക് ഔട്ട് ത്രൂ ലാക്ടിപീറസ് ഡക്റ്റ്. അത് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് അതിനെ ഞാൻ മെൻഷൻ ചെയ്ത് പറഞ്ഞത്. അപ്പം നിങ്ങൾ മാമറി ഗ്ലാൻഡ് ടോപ്പിക്കിൽ നിങ്ങൾ ആ ഡക്റ്റിൻ്റെ ഓർഡർ നോക്കിയിരിക്കണം. വേറെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഗ്യാമറ്റോജനസിനെ പറ്റി പറയാം. ഗ്യാമറ്റോജനസിസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഗ്യാമറ്റിൻ്റെ ഫോർമേഷൻ അത് നമുക്ക് അടുത്തൊരു ലെക്ചറിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്തി ആയി പോവും. നമുക്കൊരു 3-4 അല്ലെങ്കിൽ 3 പോർഷനായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അടുത്ത പോർഷനിൽ നമുക്ക് ഗ്യാമറ്റോജനസിസും അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിളും ആ ഒരു ടോപ്പിക്ക് നമുക്ക് എടുക്കാം. പിന്നെ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷനും എടുക്കാം. ഓക്കെ, അപ്പം അതോടെ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി എഴുതി പഠിപ്പിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇപ്പം നമ്മുടെ NCERT ഫോക്കസ് ചെയ്തിട്ട് പറയുന്നത് ലാസ്റ്റ് ഇയറിൽ നമ്മുടെ എക്സാമിനും ഏകദേശം 86 ക്വസ്റ്റ്യന് കൂടുതൽ NCERT നിന്നായിരുന്നു. അതുകൊണ്ടാണ് NCERTയിലെ പോയിൻ്റ് മാത്രം പറയുന്നത്. ഔട്ട്സൈഡ് പോയിൻ്റ് പഠിച്ച് ടൈം കളയണ്ട. അതുകൊണ്ടാണ് NCERT മാക്സിമം നിങ്ങൾക്ക് അത് മാത്രം പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങൾക്ക് എഴുതി പഠിപ്പിക്കുകയാണെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകും. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ വേണമെന്ന്. അപ്പം ഞാനത് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു.